ഹലോ നമസ്കാരം. ഞങ്ങൾ ചേട്ടൻ്റെ കോളേജിൽ വന്ന കേട്ടോ. ഇത് എൻട്രൻസ് ആണേ. നമ്മൾ ആദ്യം തന്നെ ഇത് കോമൺ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളുടെ ടോയ്ലറ്റാണ്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ്. എന്ത് നീറ്റാന്ന് നോക്ക്. ചേട്ടൻ വാഷ്റൂം. പൊന്നപ്പ അവിടെ ഇരിക്കണം. ചേട്ടൻ ഈസ് കമ്മിങ്. ചേട്ടൻ വാഷ്റൂം. ചേട്ടൻ്റെ സ്റ്റുഡൻസാണ് പോണേ. ഒരു മെസ്സാണ് കേട്ടോ ഇവിടെ ഫുഡിൻ്റെ കാര്യമൊക്കെ. ചേട്ടൻ്റെ കോളേജ് ക്യാമ്പസിൻ്റെ ഓരോ റൂംസായിട്ട് ഓരോ സെക്ഷൻ ഇരിക്കണേ. ഇതൊക്കെ അതിൻ്റെ ഉള്ള എന്ത് നീറ്റാന്ന് നോക്കൂല്ലേ ഓരോ സംഭവങ്ങളൊക്കെ കണ്ടോ. ഇനി ഇത് ഫോണിലിങ്ങനെ കാണിക്കണം, എന്നാലാണ് ലോക്ക് തുറന്ന് അകത്ത് കാണും. ഇനി ഡോറ് തുറന്ന് കയറാം കേട്ടോ. യെസ്, ദേ ലാബ് റൂം നോക്കി. കമ്പ്യൂട്ടറിൻ്റെ ഫുൾ കമ്പ്യൂട്ടർ ക്ലാസ്. സെൻസർ ചെയ്ത് ലൈറ്റ് തെളിയും അല്ലേ? ഞാൻ ഇവിടെ നിന്നപ്പോൾ ഇരുട്ടായിരുന്നു, തെളിഞ്ഞ്. ഇതാണ് കേട്ടോ. സെക്യൂരിറ്റി ചെക്കാണ് കേട്ടാ. കോളേജിൽ നമ്മളൊരു റൂമിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഔട്ട് സൈഡിലെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. കാറൊക്കെ പോകുന്നുണ്ടോ, ഒരു റൗണ്ട് അബൌട്ട്. കുട്ടികൾക്കൊക്കെ ഡിസ്കഷൻ ചെയ്യാൻ പറ്റിയ റൂമാണെന്ന് പറഞ്ഞത്. ആ പച്ച സാധനമല്ലേ അതിൻ്റെ ഇടയിൽ ചുവന്ന്, അതിൽ നമ്മൾ കൈ പ്രസ് ചെയ്താൽ മാത്രമാണ് അവിടേക്ക് എൻട്രൻസ് ഉള്ളൂ. TV ഉണ്ടോ, കുറച്ച് ഞങ്ങളുടെ ബാഗിൽ ഇരിപ്പുണ്ട്. ഒരു 5 ചെയറുണ്ട്. ഇതിനകത്ത് കുട്ടികൾക്ക് ഡിസ്കഷൻ ചെയ്യാം. ക്ലാസ് റൂം അപ്പുറത്ത്. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്, നല്ല അടിപൊളി സെറ്റപ്പ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്. പൊന്നപ്പൻ ക്ലാസ് റൂമിൽ നിന്ന് വന്നു. ചേട്ടൻ അവിടെ ക്ലാസ്സിലിരിക്കുക. നമ്മൾ മെസ്സിൽ വന്നേക്കാണ്. പിന്നെ പറയാം. എല്ലാ സീസണും നല്ല കളർഫുള്ളല്ലേ. ഈ ചേട്ടൻ അന്ന് ഞങ്ങൾ കണ്ടപ്പോൾ അന്ന്. ചേട്ടാ ഇത് എടുക്ക. എനിക്ക് 2 പൊട്ടറ്റ വേണം. ഇറച്ചിയുടെ വേണ്ട കേട്ടോ. പിന്നെ ആ ഉപ്പിലിട്ട് ഇത് അല്ലല്ല, ഇത് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. പിന്നെ എനിക്ക് ഒരു ബ്രെഡും കളക്ക്. ബ്രെഡ് ഇതിനകത്ത് അല്ലല്ല, അത് ഇതാ ഒരു ബ്രെഡ്. ഇറച്ചി അതെനിക്ക് വേണ്ട. അത് വേണം. ഇത് വേണം. ഷോർട്ട് കട്ട്. ഈ ഇത് അതിന് ഒരു 2 പീസ്. ടേസ്റ്റ് മതിയോ? നോക്ക്. മതി. പിന്നെ ഇത് വേണം. പ്രോട്ടീൻ അതൊക്കെ. ഈ ഇതുപോലെ പനീർ പോലത്തെ സാധനം. ചീസ് കുറച്ച് അധികം കേട്ടോ. ഗ്രീൻ പീസ്. ഇവിടെ എല്ലാം സംഭവിക്കാം. ചേട്ടൻ്റെ സുഖമല്ല കേട്ടോ. നമുക്ക് വീട്ടിൽ ഇതുപോലത്തെ ഫുഡ് ആക്കിയാലോ. ഇത് വയ്ക്കും. ഇത് നമ്മുടെ കസ്കസ്. കസ്കസ് ഇത് വേണം. ഇതാണ് ചോറ് പോലത്തെ ഫുഡ്. അത് വേണം. ഇറച്ചിടാന്ന് വിചാരിക്കണ. നട്ട്സ്. നമ്മളെ നട്ട്സ്. വിളിക്കണം. എന്നപ്പാ നട്ട്സ് കുറച്ചിട്ടോളൂ. ഈ ഇതാ കുക്കുമ്പറും കൂടി ഇച്ചിരി ഇട്ടേക്ക്. സമൃദ്ധമായിട്ട് എങ്ങനെ അടുത്ത് തിന്നു തുടങ്ങും. ഇത് ബ്രെഡും ഒരു പീസ് ബ്രെഡ് എടുക്കുക. അതിൽ തൂത്ത് ആരും എടുക്കൂല ഏട്ടാ. എനിക്ക് ആ ബ്രെഡിൽ തൂത്ത് ഒരു ബ്രെഡും കൂടി വേണം. അത് വേണ്ട. എന്ത്
എല്ലാവരും എടുത്തിട്ടുണ്ട്. എനിക്ക് വേണം, ഒന്ന് കഴിക്കാൻ ആഗ്രഹം. പ്ലീസ് ആ ബ്രെഡിൽ തൂത്ത് കൊടുക്കുക പറഞ്ഞു. ഒരു പീസ് ബ്രെഡ് എടുക്കുക. ഇത് തൂത്തെടുക്കുക. രണ്ട് സൈഡിലാക്കി. പ്രത്യേകം പൈസ വേണ്ടെന്ന് അറിഞ്ഞൂടെ കേട്ടോ. ആ ഓക്കെ. മറ്റേ ഇതിന് മീതകട ഒഴിച്ചോ സോസ് പൊന്നപ്പോൾ അവിടെ നിൽക്കണോ? ഇതിവിടെ ഇങ്ങനെ നമുക്ക് പൈസ കൊടുത്താൽ അത് എടുക്കാം. കണ്ടോ, ഇവിടെയും സാൻഡ്വിച്ച് സാധനങ്ങളൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ഉണ്ട്, ജ്യൂസൊക്കെ വെച്ചേക്കണം. ഇവിടെയാണ് ഇത് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ വെയിറ്റ് നോക്കി ഫുഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നു. പൊന്നപ്പൻ ഐസ്ക്രീം വാങ്ങിച്ച് തന്നുകൊണ്ടിരിക്കണേ. ഞാനും കഴിക്കാൻ വേണ്ടി ഇതൊക്കെ എനിക്കിങ്ങനെ പറയാം. നോക്ക് ഇങ്ങനെ എൻ്റെ ഇത് ഐഡിയ. എൻ്റെ ഇത് എല്ലാം പറ്റണ സാധനമാണ്. സെറ്റപ്പ് അല്ലേ? പക്ഷെ ഫുഡ് കഴിക്കണ ഫുൾ അങ്ങനെ കാണാൻ പറ്റില്ല. ഇരിക്കണോ ചേട്ടാ? നമുക്ക് ഇങ്ങനെ മധുരം ചൂട് നല്ല ഐസ്ക്രീമാണത്. അത് സുമ്പണി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എടുത്തരാം. അല്ല ചേട്ടൻ കൊടുക്കുക. ചേട്ടൻ ചേട്ടനെ കാണാനില്ലേ? കമ്പ്യൂട്ടർ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് കുക്കിംഗ് വീഡിയോ പിടിക്കാമല്ലോ അല്ലേ? അടിപൊളി സാധനം. അടിപൊളി സാധനമല്ലോ. ഞാൻ എൻ്റെ ഓഫീസ് ഹായ് സേ ഹായ്. ഞാൻ അവിടെ തുടങ്ങണം. അത് എല്ലാം ആക്കാം. കണ്ട അത് പറയുന്നത് എടുത്തോണ്ടോ? ഞാൻ വായിൽ വെച്ചു കൊടു, അല്ലെങ്കിൽ എടുക്കും. നീക്കിയിട്ട് വായിൽ വെച്ചു കൊടുക്കുക. അല്പച്ച കയ്യിൽ കൊടുക്കാൻ വേണ്ട. നമ്മൾ അന്ന് വാങ്ങിച്ച നട്സില്ലേ? നട്സാ. ചേട്ടൻ കാണിക്കും പോലെ ഭക്ഷണത്തിന്റെ മണം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ പണ്ടവൻ ചോദിക്കാൻ അറിയുമോ? ചേട്ടൻ പറയില്ലേ അവിടെ ആ സാധനത്തിന്റെ മണക്കും പറയില്ലേ? പലപ്പം ചോദിക്കണേ ഞാൻ ഡു യു വാണ്ട് ഐസ്ക്രീം? വേറെ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടോ പറയണത് ഡു യു വാണ്ട് ദിസ്? അപ്പൊ നമ്മൾ പറയണേ നല്ലത് ഐസ്ക്രീം നല്ലതല്ലോ. ഞാൻ ചിന്നാളൊക്കെ എടുത്തപ്പോൾ കുഴഞ്ഞു ചെയ്താവും. അപ്പം അന്ന് ഫ്രീ ആയിട്ട് തന്നായിരുന്നു. അന്നും 18 റിസ്ന്ന് എഴുതിയായിരുന്നേ. പക്ഷെ അത് പഴയതുപോലെ ഉപ്പിലിട്ട് ക്യാരറ്റ് ഇടാം, ബീട്രൂട്ട് ഭയങ്കര രുചി. ചൂട് ഐസ്ക്രീമാ? മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കും പോലെയാണല്ലോ വിളിക്കുന്നത്. സാർമാരും വരില്ല അല്ലേ? I will give you. ഞങ്ങൾക്ക് കൊള്ളില്ലാത്താന്ന് വിചാരിച്ച നല്ല സാധനമല്ലോ. ബട്ടർ സ്കോച്ച് കടിച്ചിന്. ഇത് തിന്നാൻ പറ്റില്ല, തൊണ്ട.
അടുത്തത് ദേ ഇത് ബ്രോക്കോളി എന്താ സോസൊക്കെ ഒഴിച്ച കേട്ടോ. പാസ്ത എല്ലാം അവരത്തി എമ്മി സമയക്കൃത ആകാശം. എണ്ണം തിരിഞ്ഞു. അതുപോലെ കുക്കുംബർ, കൈ എത്താ ദൂരത്ത് അങ്ങോട്ട് പോയി. അത് കടിച്ചു കാണാം. യെസ്, കസ്കസ് എന്ന് പറഞ്ഞ സാധനം. അതല്ല ഇത് ഞാൻ വിചാരിച്ചത് ഈ സാധനം മാത്രം ഒരു ദിവസം ഒരെണ്ണം വെച്ച് വാങ്ങിച്ചാൽ മതി. 3 നേരം തിന്നാനുണ്ട് എനിക്ക് ഇത്രയും. പ്രത്യേകിച്ച് എല്ലാം വാങ്ങുന്നതിനേക്കാളും ലാഭമാണ്. അവിടെ ചേട്ടൻ കുക്ക് ചെയ്യണ വാങ്ങാതല്ലേ. ദേ ചീസ്, എൻ്റെ അമ്മ അമേസിങ് കേട്ടോ. ഒലീവ്, ബ്രെഡ്, ഗ്രീൻ പീസ്. അടുത്ത് വേണ്ട ഒരു മെയിൻ സാധനം തിരിഞ്ഞിരി പന്നെ. ഗ്രീൻ പീസ്. HTML വർക്ക് എങ്ങനെ പോകണം ഇന്ന് തീരും അത് എങ്ങനെ? അതുപോലെ തന്നെ ബാക്കി ഞാൻ പറഞ്ഞ അയച്ച PPT ബാക്കി നോക്കിക്കൊള്ളണം ഇമെയിലൊക്കെ. അതുപോലെ മറ്റേ ഇൻസ്ട്രക്ഷൻ ഞാൻ അയക്കാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം വേണ്ട ടൂൾസ്, ക്വാളിറ്റി ചെക്ക് ചെയ്യണ ഇൻസ്ട്രക്ഷൻ, അതെല്ലാം ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ അയച്ചല്ലോ അല്ലേ എല്ലാവർക്കും? അതായത് വർക്ക്ഷോപ്പിൽ ബുക്ക് ചെയ്ത എല്ലാവർക്കും. ഒലിവ് നട്ട്സ്. നമ്മളിപ്പോൾ കോളേജിൽ വന്നിരിക്കുക വെറുതെ. ഞങ്ങൾ വൈകുന്നേരം പോളൂ. ഇപ്പോൾ ഇവിടെ സമയം അപ്പോൾ യൂസ് ചെയ്യലേടാ. സമയം എത്ര മണിയായി? 12 മണിയായി. നമ്മൾ കുറേ ഫുഡൊക്കെ കഴിച്ച് വാങ്ങിച്ച ഫുഡൊക്കെ കഴിച്ചിരിക്കണം. ഇനിയിപ്പോൾ ചേട്ടൻ ക്ലാസ്സിന് പോയി. 3:15 വരെയും ക്ലാസ്. 3:15 കഴിയുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 4 മണിയൊക്കെ ആവുമായിരിക്കും. കൊച്ചിൻ്റെ സ്കൂളിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് അവിടെ കിൻഡർ ഗാർഡനിൽ പോയപ്പോൾ വേറെ സാർമാരെ കണ്ടില്ല. ആദ്യമായിട്ട് ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കിട്ടുക. വന്നപ്പോൾ അന്വേഷിച്ചു, വന്നപ്പോൾ ലിപ്സ്റ്റിക് വേണോ? Look. Hi. Say hi. Hi. Coffee, yes. I will bring. Office la.